വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ് വിനീത. ഇപ്പോൾ കരയിൽ ലോറി ഇല്ല എന്ന് സൈന്യം, ഇന്ത്യൻ ആർമി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അർജുന്റെ ലോറി കരയിൽ ഇല്ല എന്നാണ് പറയുന്നത്. നദീതീരത്ത് നിന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചതായ സൂചനകൾ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും കരയിൽ ലോറി ഇല്ല എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ് സൈന്യം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ഥിരീകരണം ബംഗളൂരുവിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നദീതീരത്ത് സിഗ്നൽ എന്ന സൂചനയുണ്ട്. നദീതീരത്ത് സിഗ്നൽ എന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനീത, നദീതീരത്തെങ്കിൽ ഒരുപക്ഷെ അത് ആ മണ്ണിന്, അതായത് ഈ മണ്ണ് കൊണ്ടോ ഇട്ട സ്ഥലത്തായിരിക്കാനുള്ള സാധ്യത വളരെ ഉയരുകയാണ്. അതായത് ലോറി അവിടെ നിന്ന് നിരങ്ങി നീങ്ങുകയും പിന്നീട് നദീതീരത്തേക്ക് പോവുകയും ഒന്നെങ്കിൽ നദിയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നദീതീരത്ത് മൺകൂനയ്ക്ക് അടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. എന്തായാലും നിലവിൽ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് കരയിൽ ലോറി ഇല്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രേക്ഷകരെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനുള്ളത്. അവിടെ നിലവിൽ സിഗ്നൽ ലഭിച്ചിട്ടുള്ള ഒരു പുതിയ സിഗ്നൽ ലഭിച്ചതായി സൂചന ലഭിച്ചിട്ടുള്ള സ്ഥലത്ത് സൈന്യം പരിശോധന നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. നിലവിൽ പരിശോധന നടത്തിയിരിക്കുന്ന സ്ഥലത്ത് അർജുന്റെ ലോറി ഇല്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് സൈന്യം എത്തിയിരിക്കുകയാണ്. അതായത് അർജുന്റെ വാഹനത്തിന്റെ GPS സിഗ്നൽ ലഭിച്ച ഇടം, ഈ കുന്നിനോട് ചേർന്ന് അർജുൻ വാഹനം നിർത്തിയിട്ടത് കണ്ടു എന്ന് പറഞ്ഞ ഇടം, അവിടെ ലോറി ഇല്ല. അതായത് ഇന്നിപ്പോൾ 8 മീറ്റർ താഴ്ചയിൽ സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ണ് കുഴിച്ച് പരിശോധന നടത്തുമ്പോൾ സൈന്യത്തിന്റെ തന്നെ നിഗമനത്തിൽ അല്ലെങ്കിൽ സ്ഥിരീകരണത്തിൽ എത്തുകയാണ് അവിടെ ലോറി ഇല്ല എന്നത്. പിന്നെ ബിനിൽ പറഞ്ഞ സാധ്യതയാണുള്ളത്. ശക്തമായ മണ്ണിടിച്ചിലിൽ ഈ വാഹനം തെന്നിപ്പോയിരിക്കാം, പുഴക്കരയിലേക്ക് വീണിരിക്കാം. അവിടെ അതിനു മുകളിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ മണ്ണ് ഡംപ് ചെയ്യപ്പെട്ടിരിക്കാം. ഈ വാഹനത്തിന് മുകളിൽ മണ്ണ് വന്ന് വീണിരിക്കാം. അവിടെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പ്ലോട്ട് B എന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത് വാഹനം ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. നദീതീരത്ത് വെച്ച സിഗ്നൽ കിട്ടിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ലഭിക്കുന്നത്. പ്ലോട്ട് എയിൽ വാഹനമില്ല, പ്ലോട്ട് ബിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. അവിടെ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ നദീതീരത്ത് സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ സിഗ്നൽ കിട്ടിയിടത്ത്, അതായത് നദിയോട് ചേർന്ന് ഗംഗാവലി പുഴയോട് ചേർന്നുള്ള തീരത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. അവിടെയാണ് ബിനിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച വലിയ അലംഭാവം ഉണ്ടായിടം. അതായത് ഈ വാഹനം അവിടെ വീണിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് നിരങ്ങിപ്പോയിരിക്കാം എന്നൊരു ചിന്ത പോലും ഇല്ലാതെ ആ ഭാഗത്ത് വീണ്ടും വീണ്ടും ഈ മലയടിവാരത്ത് നിന്നും മണ്ണ് നീക്കിയ മണ്ണ് അവിടെ കൊണ്ടിടുകയായിരുന്നു. ആ മണ്ണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നു. അവിടെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. അവിടെ വീണ്ടും പരിശോധന നടത്തുകയാണ്. മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഇപ്പോൾ സൈന്യം സ്ഥിരീകരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണിത്. മലയോട് ചേർന്ന് ഇവിടെ വാഹനമില്ല. അവിടെ പ്ലോട്ട് എയിൽ നടത്തിയ പരിശോധനയിൽ ലോറിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മണ്ണ് നീക്കിയുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത്, അതായത് ഗംഗാവതി പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. അവിടേക്ക് ശക്തമായ പരിശോധന നടത്തുകയാണ്. മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തുകയാണ്. മൂന്നാമത്തെ പോസിബിലിറ്റി അത് പുഴയിലേക്ക് തെറിച്ചു പോയിരിക്കാം എന്നതാണ്. നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഒരു ബുള്ളറ്റ് ടാങ്കറിൻ്റെതാണ്. അത് 7 കിലോമീറ്റർ അകലെ നിന്നാണ് കണ്ടെത്തിയത് പുഴയിൽ. അപ്പോൾ ശക്തമായ മണ്ണിടിച്ചിലിൽ ഈ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായ വെള്ളപ്പാച്ചിലിൽ ഈ ടാങ്കർ ഒലിച്ചു പോയതുപോലെ തന്നെ അർജുന്റെ വാഹനവും ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. 2 സാധ്യതകളിലേക്ക് ചുരുങ്ങുന്നു എന്നതാണ്. നമ്മൾ തുടക്കത്തിൽ 3 സാധ്യതകളാണ് പറഞ്ഞത്. ഇപ്പോൾ സൈന്യം സ്ഥിരീകരിക്കുന്നു ആദ്യ സാധ്യത ഇല്ലാതായിരിക്കുന്നു. ഇനി 2 സാധ്യതകൾ. സാധ്യതകൾ എന്ന് പറയുമ്പോൾ വിനീത, അതിൽ രണ്ടാമത്തെ സാധ്യതയ്ക്ക് വലിയ പ്രോബബിലിറ്റി, സാധ്യത അല്ലെങ്കിൽ ഒരു സംശയം ജനിപ്പിക്കുന്ന കാര്യം, 2 തവണ മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ 2 തവണ മൊബൈൽ ഫോൺ റിങ് ചെയ്തതിന് എങ്ങനെയാണ് നദിയിൽ വീണ മൊബൈൽ ഫോൺ റിങ് ചെയ്യുക എന്നുള്ള വളരെ സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ നദിത്തട്ടിൽ അല്ലെങ്കിൽ നദിക്കരയിൽ മറ്റേ പോയിന്റ് B എന്ന് പറയുന്ന മണ്ണുൾപ്പെടെ കൊണ്ടുപോയി ഇട്ടിട്ടുള്ള മണ്ണിടിച്ചിലെ മണ്ണ് കൂടുതലായി എത്തിയിട്ടുള്ള നദിക്കരയിലേക്ക് ലോറി തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് മുകളിലേക്കാണ് പിന്നീട് മണ്ണ് വീണിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ GPS സിഗ്നൽ ഉൾപ്പെടെ ലഭിക്കുകയും എൻജിൻ ഓണായി എന്ന് പറയപ്പെടുകയും പിന്നീട് മൊബൈൽ 2 തവണ റിങ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ ആ ഭാഗത്ത് തെരച്ചിൽ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഭാഗത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നദീതീരത്ത് ഉള്ള സിഗ്നൽ ആണെന്നുള്ള സൂചന ലഭിക്കുകയാണ്. ആ ഇടത്ത് പരിശോധിക്കുകയാണ്. മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനയിലേക്കാണ് കടന്നിരിക്കുന്നത്. നേരത്തെ പ്രധാനമായും തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ മലയോട്
ചേർന്നിട്ടുള്ള അടിവാര ഭാഗത്ത് പൂർണ്ണമായും അർജുന്റെ വാഹനം ഇല്ല, അവിടെ പൂർണ്ണമായും മണ്ണ് നീക്കിയപ്പോൾ ഇല്ല എന്ന് സൈന്യം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും അത് ബംഗളൂരുവിൽ റിപ്പോർട്ട് ചെയ്യും. അവിടെ പരിശോധന നടത്തുന്ന ബൽഗാമിൽ നിന്നുള്ള യൂണിറ്റ് ബംഗളൂരുവിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യുകയും ആ കാര്യം ജില്ലാ ഭരണകൂടത്തെ, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തെ ഔദ്യോഗികമായി അറിയിക്കുകയും ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം മാധ്യമങ്ങൾക്ക് വിവരം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇനി എന്തായാലും പോയിന്റ് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അർജുന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിങ് ചെയ്തതിൻ്റെ സിഗ്നൽ ലഭിച്ചത് കൃത്യമായി ഈ ഭാഗത്ത്, അതായത് നദിക്കരയിലാകാനുള്ള സാധ്യതയാണ് ഇനി പ്രധാനമായി നിലനിൽക്കുന്നത്. എന്തായാലും ആ സംശയം ഇന്ന് തന്നെ ദൂരീകരിക്കാൻ സൈന്യത്തിനാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം അവിടുത്തെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. അതാണ് സിഗ്നൽ. രണ്ടാമത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പുഴയോരത്ത്, ഗംഗാവതി പുഴയോരത്ത് ചേർന്നുള്ള സ്ഥലമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മണ്ണിടിച്ചിലുണ്ടായി ഈ വാഹനം നിരങ്ങി നീങ്ങി അവിടെ വീണിരിക്കാം, അതിന് മുകളിൽ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കാം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ബിനിൽ പ്ലോട്ട് എയിലെ മണ്ണ് നീക്കത്തേക്കാൾ വേഗത്തിൽ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പ്ലോട്ട് ബി എന്ന് പറയുന്നത്. കാരണം നദീതീരമാണ്, അവിടെ അത്തരത്തിൽ ശക്തമായ, വീണ്ടും മണ്ണ് അടിഞ്ഞു ചേർന്നിട്ടുണ്ടാകാമെങ്കിൽ പോലും ശക്തമായി ഉറച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. നദിയോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ മണ്ണ് നീക്കം കുറച്ചുകൂടി സുഗമമായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ലോറി ഈ മലയോട് ചേർന്നുള്ള സ്ഥലത്ത് ഇല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. രണ്ടാമത്തെ പ്ലോട്ട് എന്ന് പറയുന്നത്, പ്ലോട്ട് ബി എന്ന് പറയുന്നത് പുഴയോരത്താണ്. അവിടെ മണ്ണ് നീക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. സിഗ്നൽ ലഭിച്ചിരിക്കുന്നു അവിടെ എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. സൈന്യത്തിന്റെ അത്യാധുനിക റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് പ്ലോട്ട് ബിയിൽ ഒരു സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നതും. അവിടെ ഇപ്പോൾ സൈന്യം ഒപ്പം NDRF സംഘം, കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ചേർന്നുകൊണ്ട് മണ്ണ് നീക്കുന്ന പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്ന വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഇപ്പോൾ സമയം 4:30 ബിനിൽ. ആദ്യഘട്ടത്തിലെ ഒരു അലംഭാവം ഒഴിവാക്കിക്കൊണ്ട് ശക്തമായ മണ്ണ് മാറ്റുന്ന, തിരച്ചിൽ നടത്തുന്ന പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നു. സൈന്യം എത്തിയതോടെ അത് ഊർജിതമായിരിക്കുന്നു. വിനീത, വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നൽകാനായി AK അഭിലാഷ് നമുക്ക് തത്സമയം ചേരുകയാണ്. ശിരൂരിൽ നിന്ന് അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. കരയിൽ, അതായത് തിരച്ചിലിന്റെ ഏതാണ്ട് 80% തിരച്ചിൽ നടത്തിയിട്ടുള്ള, പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ള കരയിൽ ആ മൺതിട്ടയുടെ ഭാഗത്ത് അർജുന്റെ ലോറിയില്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് സൈന്യം. ഇനി 2 സാധ്യതകളാണ്. ഒന്ന് പുഴയിലേക്കാണ്, രണ്ടാമത്തത് മൺകൂനയ്ക്കടിയിൽ അർജുൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. മൺകൂനയിൽ എന്താണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അഭിലാഷ്. ബിനിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത് ഇപ്പോൾ സിഗ്നൽ കിട്ടിയിരിക്കുന്ന ഈ ഭാഗത്താണ്. അതായത് പുഴയുടെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുഴയുടെ ഈ ഭാഗത്ത്, ഇടതു ഭാഗത്തായിട്ട് ഈ വാഹനം തെള്ളിപ്പോകാനുള്ള ഒരു സാധ്യതയായിരുന്നു ആദ്യം മുതൽ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇപ്പോൾ മലയുടെ ഭാഗത്ത്, ആ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ഇന്ന് നടത്തിയ റഡാർ പരിശോധനയിൽ 2 സ്ഥലം പോയിന്റ് ചെയ്യുകയും അവിടെ മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടുകൂടിയാണ് കരസേന ഇത് കൃത്യമായി പറയുകയും ചെയ്തത്, അവിടെ അർജുൻ്റെ വാഹനം ഇല്ല എന്നുള്ള കാര്യം. ഇന്ന് രാത്രിയോടുകൂടി ഏതാണ്ട് 2 മണിക്കൂറിനകം തന്നെ റോഡിൽ ആ ഭാഗത്ത് കിടക്കുന്ന മണ്ണ് മുഴുവൻ നീക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. അതേ സമയത്ത് പുഴയോരത്ത് നേരത്തെ ഈ ഭാഗത്ത് നിന്ന് നീക്കി ഇടതു ഭാഗത്തേക്ക് ഇട്ടിരിക്കുന്ന ഈ മണ്ണ് ഇന്ന് രാത്രിയോടുകൂടി നീക്കും. പക്ഷേ ഇപ്പോഴുള്ളത് ഈ മണ്ണ് പുറത്തേക്ക്, അതായത് പുഴയ്ക്ക് അടിവാരത്തിലേക്കാണ് ഇപ്പോൾ ഈ വാഹനമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയുള്ള ഈ മണ്ണ് നീക്കം ചെയ്യൽ അത്ര എളുപ്പമല്ല. നേരത്തെ ഡോക്ടർ അരുൺകുമാർ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. കാരണം ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ എക്സ്കവേറ്ററിൻ്റെ സഹായം വേണം, അല്ലെങ്കിൽ നദിയിൽ ഇറങ്ങി ഈ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയണം. അത്തരം ഒരു സാധ്യതയില്ല. കാരണം നദീഭാഗത്ത്, ആ ഭാഗത്ത് കാൽ പുതഞ്ഞു പോകുന്ന തരത്തിലുള്ള എക്കൽ മണ്ണാണ്, അവിടെ നിൽക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കുത്തൊഴുക്കും പുഴയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എക്സ്കവേറ്റർ കൊണ്ടുവന്ന് അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഒരു പോംവഴി. അതിനുവേണ്ടി നാളെയോടുകൂടി 2 എക്സ്കവേറ്റർ എത്തിക്കുമെന്നാണ് MLA നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തത്. അതിൻ്റെ ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടി തന്നെ എക്സ്കവേറ്റർ എത്തും. അതായത് ഈ ഭാഗത്തു നിന്നുള്ള ഫോക്കസ് ഈ ഭാഗത്തേക്ക് മാറുന്നു എന്നുള്ളതാണ്. ദൗത്യസംഘം നാളെ മുതൽ ഈ ഭാഗത്തായി, നദിക്കരയുടെ ആ ഭാഗത്തായിട്ടായിരിക്കും. അഭിലാഷ്, ഒരു സംശയമാണ്, അതായത് നാളെ മുതൽ മാത്രമാണ് അവിടെ തിരച്ചിൽ നടത്തുക. ഇപ്പോഴേ തിരച്ചിൽ ആരംഭിച്ചില്ലേ നദിക്കരയിൽ? ബിനിൽ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഈ നദിയുടെ ഈ ഭാഗത്തേക്ക്, അതായത് റോഡിൻ്റെ ഇടതുഭാഗത്ത് ഇട്ടിരിക്കുന്ന മണ്ണുണ്ട്, ഈ മലയുടെ ഭാഗത്ത് എടുത്തിരിക്കുന്ന മണ്ണുണ്ട്. ഈ മണ്ണ് ആദ്യം നീക്കം ചെയ്യണം. അത് ഏതാണ്ട് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ നദിയുടെ ഭാഗത്തേക്ക് വീണ് കിടക്കുന്ന, ആ താഴ്വാരത്തിലേക്ക് വീണ് കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ കഴിയൂ. ഏതാണ്ട് 16 അടിയോളം ഉയരത്തിൽ ഈ മണ്ണുണ്ട്. ഈ മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങളോളം തന്നെ വേണ്ടിവരും. അതിന് യന്ത്രസഹായം
യന്ത്രസഹായം എക്സ്കവേറ്റർ അടക്കമുള്ള യന്ത്രസഹായം വേണമെന്നാണ് പറയുന്നത്.